ജാമ്യത്തിലിറങ്ങിയ കന്യാസ്ത്രീകളെ ബാലോദ് ജില്ലയിലെ ദില്ലി രാജാറായിലേക്ക് മാറ്റും. ഭയപ്പെട്ട് ഓടിപ്പോകില്ലെന്നും 2 കന്യാസ്ത്രീകളും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസി സമൂഹത്തിന്റെ മദർ ജനറൽ പ്രതികരിച്ചു. രാജ്യത്ത് മൊത്തത്തിൽ ഒരു ഭയപ്പാടിന്റെ അന്തരീക്ഷമുണ്ട്. NIA കേസ് അന്വേഷണവും കേസും ഒഴിവാക്കിത്തരണമെന്നും മദർ ജനറൽ ആവശ്യപ്പെട്ടു. കേൾക്കാം ആ പ്രതികരണം. അല്ല, ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിന് ഇത് FIR തന്നെ ഞങ്ങൾക്ക് മാറ്റി കിട്ടണമെന്ന് ഞങ്ങളുടെ അത് ക്യാൻസൽ ചെയ്ത് കിട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭയപ്പെടാനുള്ള ഒരു സാഹചര്യം ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, എങ്കിലും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഞങ്ങൾ കൂടുതൽ പേര് എടുക്കുക. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഞങ്ങൾ മാറും, ഞങ്ങൾക്ക് അതിനുള്ള അനുവാദമുണ്ട്. ആദിൽ പാലോട് തത്സമയം. ആദിൽ പാലോട്, വെരി ഗുഡ് ഈവനിങ്. ആദിൽ പാലോട്, ഇന്ന് ദുർഗ് ജയിലിന് മുമ്പിൽ കണ്ട കുറേ കാഴ്ചകളുണ്ട്. അത്യന്തം നാടകീയമായിരുന്നു, വൈകാരികമായിരുന്നു ആ കാഴ്ചകളെല്ലാം. ഇപ്പോൾ നമ്മുടെ ഈ കന്യാസ്ത്രീകളെ മറ്റൊരു ജില്ലയിലേക്ക് മാറ്റുകയാണ് എന്നാണ് അറിയുന്നത്. എന്താണ് അങ്ങനെ മാറ്റാനുള്ള കാരണം? നമ്മൾ കന്യാസ്ത്രീമാരോടും സഭാ നേതാക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ എന്താണ് അറിയാൻ കഴിയുന്നത്? കേസിനെ നിയമപരമായി നേരിടും, പക്ഷേ അപ്പോഴും ഈ കേസ് ഇല്ലാതെയാവണം, FIR ക്വാഷ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമെന്നറിയുന്നു. എന്താണ് നമ്മൾ കന്യാസ്ത്രീ സഭയുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്? അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് എന്ന സന്യാസി സമൂഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 2 കന്യാസ്ത്രീകളെയാണ് ഈ അറസ്റ്റ് ചെയ്യുകയും ഇന്ന് അവർക്ക് ജയിൽ മോചനം ലഭ്യമാവുകയും ചെയ്തത്. ഈ 2 പേരും സാധാരണഗതിയിൽ പ്രവർത്തിച്ചു വരുന്നത് ദുർഗിലെ സന്യാസി കേന്ദ്രവുമായി ബന്ധപ്പെട്ടല്ല. ഇവരുടെ മറ്റ് കേന്ദ്രങ്ങളൊക്കെ പല ഭാഗങ്ങളിലാണ്. ഈ ഛത്തീസ്ഗഡിൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമുള്ളത് ബാലോദ് ജില്ലയിലെ ദില്ലി രാജാറായിലാണ്. ആ ഭാഗത്തേക്ക് ഇവരെ കൊണ്ടുപോകും എന്നുള്ളതാണ്, ആ കോൺവെൻറ്റിലേക്ക് ഇവരെ മാറ്റും എന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ദുർഗിൽ മറ്റ് ചില കോൺവെൻറ്റുകളിൽ ഇവരുടേതല്ലാത്ത മറ്റ് ചില സന്യാസി സമൂഹങ്ങളുടെ കോൺവെൻറ്റിലാണ് തൽക്കാലത്തേക്ക് ഇവരെ മാറ്റിയിരിക്കുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ദില്ലി രാജാറായിലേക്ക് കൊണ്ടുപോകുമെന്ന വിവരമാണ് ഈ സന്യാസി സമൂഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയിക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അരുൺകുമാർ. ഇപ്പോൾ ആകെ ഒരു ഭയപ്പാടുണ്ട് എന്നവർ സ്ഥിരീകരിക്കുകയാണ്. കന്യാസ്ത്രീയുടെ വസ്ത്രമിട്ട്, തിരുവേശമിട്ട് പുറത്തിറങ്ങി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന കാര്യം അവർ വ്യക്തമാക്കുകയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇനിയും ഈ പ്രശ്നങ്ങൾ മാറേണ്ടതുണ്ട്. ഈ പ്രശ്നങ്ങൾ മാറേണ്ടതുണ്ട്. ഇതിൽ ഈ പ്രധാനമായും ഈ കന്യാസ്ത്രീകൾ ആവശ്യപ്പെടുന്നത് NIAയിലേക്കാണ് ഈ കേസ് പോകുന്നത്. NIAയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഈ റെയിൽവേ പോലീസ് എടുത്ത കേസ് NIAയിലേക്ക് പോകുന്ന സാഹചര്യം അതിഗുരുതരമാണ് എന്ന് കുടുംബം തന്നെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. FIR തന്നെ ക്വാഷ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണം, അതിൽ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് BJP നേതാക്കളോട് തന്നെ ഈ കന്യാസ്ത്രീകളും സന്യാസി സമൂഹവും ക്രൈസ്തവ പുരോഹിതരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുൺകുമാർ. ആദിൽ പാലോടും മുബഷീറുമാണ് ഛത്തീസ്ഗഡിൽ നിന്നും വാർത്തകൾ പ്രേക്ഷകരിലേക്ക് അതിവേഗം എത്തിച്ചുകൊണ്ടിരുന്നത്. കന്യാസ്ത്രീകളുടെ